ആണവോർജ്ജത്തിന്റെ ഗവേഷണം, പ്രയോഗം എന്നിവയെ നിയന്ത്രിക്കുക, ആണവോർജ്ജം സമാധാനപരമായ ആവശ്യങ്ങളിലേക്ക് ഉപയോഗിക്കുക, ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ഏതൊരു സൈനിക ആവശ്യങ്ങൾക്കും അതിന്റെ ഉപയോഗം തടയുക എന്നീ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യാന്തര സംഘടനയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടനയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ബില്ല് ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച അംഗീകരിച്ചതായാണ് റിപ്പോർട്ട്. ഇസ്ഫഹാൻ, നത്താൻസ്, ഫോർഡോ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ US അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ഈ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ അളവ് സ്ഥിരീകരിക്കുന്നത് ഈ ഒരു നീക്കം കൂടുതൽ ബുദ്ധിമുട്ടാക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഇനി പരിശോധനകൾക്ക് ഇറാൻ സുപ്രീം നാഷണൽ കൗൺസിൽ അനുമതി വേണ്ടിവരും. പാർലമെന്റിന്റെ ഒരു തുറന്ന സമ്മേളനത്തിൽ IAEAയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്ന പദ്ധതിയുടെ പൊതുരൂപരേഖയിൽ നിയമസഭാംഗങ്ങൾ യോജിച്ചു. സെഷനിൽ പങ്കെടുത്ത 223 പ്രതിനിധികളിൽ 221 പേരും അനുകൂലിച്ചു. ഒരാൾ എതിർക്കുകയും മറ്റൊരാൾ വിട്ടുനിൽക്കുകയും ചെയ്തു. തങ്ങളുടെ പരമാധികാരം, താൽപര്യങ്ങൾ, ജനങ്ങൾ എന്നിവയെ സംരക്ഷിക്കാൻ തങ്ങൾക്ക് എല്ലാ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസ്താവിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവ സംവിധാനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ നെതന്യാഹു ട്രംപിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഫർദോയിലെ ആണവ സമ്പുഷ്ടീകരണ സംവിധാനം വരെ തകർത്തതായാണ് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത്. ഈ ആക്രമണങ്ങളൊക്കെയും ഇറാന്റെ ആണവ പദ്ധതിയെ വർഷങ്ങൾ പുറകോട്ടടിച്ചതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു. പരസ്പരമുള്ള നിർണായക ചർച്ചകൾക്ക് അമേരിക്കയും ഇറാനും ഒരുങ്ങുന്നതായാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള സൂചനകൾ ഒക്കെയും സൂചിപ്പിക്കുന്നത്. തെഹ്റാൻ ആണവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബോർഡ് പ്രമേയം പാസാക്കിയതിന് തൊട്ടു പിന്നാലെ ജൂൺ 13 ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ തുടങ്ങി. ഇറാൻ ആക്രമണത്തെ ന്യായീകരിക്കാൻ ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ പ്രമേയം ഉപയോഗിച്ചില്ല എങ്കിലും അവരുടെ വിദേശകാര്യ മന്ത്രാലയം IAEA പ്രമേയത്തെ സ്വാഗതം ചെയ്തു. അമേരിക്കയുമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചയ്ക്ക് സന്നദ്ധമെന്ന് ഇറാൻ പ്രസിഡന്റും ഒപ്പം ഇറാനുമായി അടുത്ത ആഴ്ച സംസാരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ സെൻട്രൽ ബാങ്കിനെ ഇസ്രായേൽ തീവ്രവാദ പ്രസ്ഥാനമായി പ്രഖ്യാപിച്ചു. തീവ്രവാദ ഫണ്ടിംഗ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. യുദ്ധസമയത്ത് 700-ലധികം പേരെയാണ് ചാരപ്രവർത്തനം സംശയിച്ച് ഇറാൻ പിടികൂടിയത്. ഇതുകൂടാതെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ അലി ഷദ്മാനി കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഗസയിൽ 7 സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലായിരുന്നു ഇന്ന് ഇസ്രായേൽ സേന. ഇറാൻ വ്യോമപാത നാളെ കൂടി നിരീക്ഷിച്ച ശേഷമാകും പൂർണ്ണമായി തുറക്കുക. ശരിക്കും IAEAയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ഒരു സ്ഥാപനമായ ഗാർഡിയൻ കൗൺസിലിന്റെ അന്തിമ അംഗീകാരത്തിനായി പാസാക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചത്തെ സംഭവങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചുള്ള ഇറാനിലെ ആഭ്യന്തര ചർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ നടപടി എന്ന് മനസ്സിലാകുന്നത്.